ഹലോ ഗായ്സ്. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടൊരു 3 വീഡിയോസ് ഓണം സീരീസ് തന്നെ ട്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് ഞാൻ മറ്റൊരു പട്ടുപാവാടയാണ് ചെയ്യാൻ പോകുന്നത്. 2 to 3 ഇയർ ഓൾഡ് കിഡിൻ്റെ സൈസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത്. സോ അതിനാദ്യം തന്നെ നമ്മൾ ഷോൾഡർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് ഡെപ്തും നെക്ക് വിഡ്ത്തും ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ഷോൾഡർ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് എപ്പോഴും പറഞ്ഞ പോലെ ഒരു 1/2 ഇഞ്ച് നമ്മൾ താത്തി മാർക്ക് ചെയ്യുന്നു. ആ പോയിൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ ആം ഹോൾ ഡെപ്ത് വരയ്ക്കുന്നത്. ദെൻ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 എടുക്കുക. അതിനോടൊപ്പം ഈസും കൂടി ചേർക്കുക. അങ്ങനെയാണ് ഞാൻ 5.5 ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ 8.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ ലൈനിൽ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആം ഹോൾ ഡെപ്തിന് 2 സെൻറ്റർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഞാനത് ഇതേപോലെ ടേപ്പ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റിൽ നിന്ന് നമ്മളൊരു 0.25 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ആം ഹോളും കർവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ടോപ്പിൻ്റെ ഹെം പോർഷനിൽ ഒരു കർവ്ഡ് വി ഷേപ്പ് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനായിട്ട് നമ്മുടെ സെൻറ്റർ ലൈൻ്റെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ ആ ലൈൻ ഒന്ന് കർവ് ചെയ്ത് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ഫ്രണ്ട് ബോഡീസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് ബാക്ക് ബോഡീസും ട്രേസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹെം പോർഷനിൽ ഒരു കർവ്ഡ് യു കട്ട് കൊടുത്തല്ലോ, അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അത് നമുക്ക് ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യുമ്പം അത് കട്ട് ചെയ്തിട്ട് ട്രേസ് ചെയ്യാം കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ബാക്ക് ബോഡീസാണ് ട്രേസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമുക്ക് ആ പാറ്റേൺ ട്രേസ് ചെയ്യാൻ ആവശ്യത്തിലുള്ള 2 ലൈനിങ് പീസ് എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫാബ്രിക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡഡ് പാർട്ടിൽ ഞാനൊരു 0.25 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഈ സീം അലവൻസ് എന്ന് പറയുന്നത് ഞാൻ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് നമുക്ക് അറ്റാച്ച് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 0.25 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ലൈനിലായിരിക്കണം നമ്മുടെ പാറ്റേൺ ഫിക്സ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്ക് നെക്ക് ഞാൻ ഫ്രണ്ട് നെക്കിൽ നിന്നും ഒരു 1.25 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ നെക്ക് ഡെപ്ത് 2 ഇഞ്ച് ആണല്ലോ, അതിൽ നിന്നൊരു 1.25 ഇഞ്ച് താത്തി ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ നെക്കും ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുക, സീം അലവൻസ് കൊടുക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ നെക്കിന് 0.25 ഇഞ്ച്, ഷോൾഡറിനും സൈഡ് സീമിനും 1/2 ഇഞ്ച്, ഹെമ്മിനും സൈഡ് സീമിനും 1 ഇഞ്ച്, ഷോൾഡറിനും സ്ലീവിനും 1/2 ഇഞ്ച്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സീം അലവൻസ് പാറ്റേൺ ഇതാണ്. നിങ്ങൾ ഏത് രീതിയാണോ കൊടുക്കുന്നത് ആ രീതി ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ബോഡീസ് ആണ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഹെം പോർഷനിൽ യു ഷേപ്പ് ആയിരുന്നു വരച്ചിരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് ബോഡീസിലും സെയിം സീം അലവൻസ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ബോഡീസിൽ നമ്മൾ ഓപ്പൺ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ നമ്മൾ ഇതേപോലെ സെൻറ്റർ കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ആ 0.25 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 2 സൈഡിലും ഹുക്ക് ആൻഡ് സ്ട്രാപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു തയ്യൽ തുമ്പും കൂടി വിടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 0.25 ഇഞ്ച് വിട്ടേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം.
ഞാൻ നെക്ക് പോർഷനിൽ പീറ്റർ പാൻ കോളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതായത് കോളറിൽ നമ്മൾ സെൻറ്ററിൽ കുറച്ച് ഫ്രിൽസ് ഒക്കെ വന്നിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിനായിട്ട് നമുക്ക് കോളർ ഒന്ന് പാറ്റേൺ പേപ്പറിൽ ട്രേസ് ചെയ്തെടുക്കാം. കോളറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫാബ്രിക്കിലോട്ട് ചെയ്യുന്നതിലും എന്തുകൊണ്ടും ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ട് കിട്ടുന്നത് എൻ്റെ ഒപ്പീനിയനിൽ ആദ്യം നമ്മൾ പാറ്റേൺ പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരുവാണെങ്കിൽ തന്നെ നമുക്കത് റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഫാബ്രിക്കിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത്രയും ഫാബ്രിക് നമുക്ക് വേസ്റ്റ് ആവും കേട്ടോ. സോ അപ്പം ഞാനിവിടെ പീറ്റർ പാൻ കോളറിന് നമ്മുടെ ആ നെക്ക് പോർഷൻ കംപ്ലീറ്റ് ട്രേസ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഫോൾഡ് ഇട്ടാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കോളറിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഇതേപോലെ പോയിന്റ് ചെയ്ത് അത് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോൾഡഡ് പാർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1/2 ഇഞ്ച് ഞാൻ വിടുന്നുണ്ട്. കംപ്ലീറ്റ് ആ ഒരു കോളർ ലെങ്ത്തും ഞാൻ എടുക്കുന്നില്ല. ഈ 1/2 ഇഞ്ച് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോളറിൻ്റെ ഉള്ളിൽ ഫ്രിൽസ് ഞാനൊരു 1/2 ഇഞ്ചിനാണ് കൊടുക്കുന്നത്. സോ ആ ഫ്രിൽസും കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, ഫ്രിൽസ് രണ്ട് കോളറിൻ്റെയും ഫ്രിൽസ് തമ്മിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കും. സോ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കോളർ ഷേപ്പ് ചെയ്തെടുത്തത് കേട്ടോ. അതേപോലെ നമ്മൾ ബാക്കിലും കംപ്ലീറ്റ് ആയിട്ട് കോളർ വന്ന് ജോയിൻ ചെയ്യുന്നില്ല, കാരണം അവിടെ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പും പിടിപ്പിക്കണമല്ലോ. സോ അവിടെ ബാക്കിലും ഒരു 1/2 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചാണ് കോളറിൻ്റെ ലെങ്ത്ത് വരച്ചെടുത്തേക്കുന്നത്. സോ നമ്മൾ ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, സീം അലവൻസും സെയിം തന്നെയാണ്. നെക്കിൻ്റെ പോർഷനിൽ 0.25 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ചുറ്റും നമ്മൾ 1/2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഇനി കോളറിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ച് മെഷർ ചെയ്തെടുക്കുക. അത് 16 ഇഞ്ചാണ്. ഈ 16 ഇഞ്ചിൻ്റെ 2 ഇരട്ടി ഫാബ്രിക് പീസ് നമ്മൾ ഫ്രില്ലിന് വേണ്ടി എടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടൊരു 2 ഇഞ്ച് അല്ലെങ്കിൽ നമുക്കൊരു 2.25 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫ്രിൽസ് ആക്കി ചുരുക്കി 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 നമ്മുടെ ടോട്ടൽ 16 ഇഞ്ച് ലെങ്ത് ആണല്ലോ അതിലോട്ട് എത്തിക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫാബ്രിക്കിൻ്റെ നമ്മുടെ കോളറിൻ്റെ പുറത്ത് ഫ്രിൽസ് വയ്ക്കുക. അതിന് പുറത്ത് വീണ്ടും അടുത്ത കോളർ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാക്ക് ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു, ഇവിടെ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫാബ്രിക്കിൻ്റെ അതായത് ഹുക്ക് വരുന്ന പോർഷനിൽ ഞാൻ 2.5 ഇഞ്ച് വിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഹുക്ക് വന്ന് കണക്ട് ചെയ്യുന്ന ഭാഗം ഐ പാർട്ട് അതായത് ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡ് അവിടെ ഞാൻ 3 ഇഞ്ച് വിട്ടിലാണ് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇനി ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ഒരു 1 ഇഞ്ചും കൂടി കൂട്ടി നമ്മൾ 2 സ്ട്രാപ്പും കട്ട് ചെയ്തെടുക്കുക.
ടോപ്പിൻ്റെ ഹെം പാർട്ടെല്ലാം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് സീമാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫാബ്രിക് തിരിച്ചിടുക. ഫാബ്രിക്കിൻ്റെ ഉൾഭാഗത്ത് വീണ്ടും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം നമ്മൾ സൈഡ് സീമിന് കൊടുത്തിരിക്കുന്ന സീം അലവൻസ് 1 ഇഞ്ചാണ്. സോ രണ്ടും ഹാഫ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം കറക്റ്റ് 1 ഇഞ്ച് ആകും. സോ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പും കാണത്തില്ല. ഇനി ഇൻ്റർലോക്കിംഗ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. സ്കേർട്ട് പാർട്ട് ഞാനിവിടെ നൈഫ് പ്ലീറ്റ് ആണ് ചെയ്യുന്നത്. നൈഫ് പ്ലീറ്റ്സ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇന്ന് നമുക്കതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. നൈഫ് പ്ലീറ്റഡ് സ്കേർട്ടിൽ നമുക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫാബ്രിക് എന്തോരം വിത്ത് എടുക്കണം എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ ഏതാണോ ചൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പം ഹിപ്പ് റൗണ്ട് ആണോ അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് ആണോ ചൂസ് ചെയ്യുന്നതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. ഞാനിവിടെ ഹിപ്പ് റൗണ്ട് ആണ് എടുക്കുന്നത്. സോ 2 to 3 year old കിഡിൻ്റെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. ഈ 23 ഇഞ്ചിൻ്റെ ഒപ്പം 23 ഇഞ്ചിൻ്റെ 3 ഇരട്ടി എടുക്കുക. സോ അതായത് നമുക്ക് കിട്ടുന്നത് അന്നേരം 69 ഇഞ്ചാണ്. 3 ഇരട്ടി എടുക്കാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ നൈഫ് പ്ലേറ്റ്സ് ആയാലും ബോക്സ് പ്ലേറ്റ്സ് ആയാലും ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ്സ് ആയാലും എല്ലാം നമ്മൾ 3 ലെയറിലായിരിക്കും ആ പ്ലേറ്റ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 ഇരട്ടി എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. സോ അപ്പം 23 × 3 എന്ന് പറയുമ്പോൾ 69 ഇഞ്ചാണ്. ഇതിനോടൊപ്പം നമ്മളൊരു 2 ഇഞ്ച് സീം അലവൻസ് എടുക്കുന്നുണ്ട്. അതായത് 2 സൈഡും ചേർത്തടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ 1 ഇഞ്ച് വെച്ച് അങ്ങനെ 2 സൈഡ് 2 ഇഞ്ച് സീം അലവൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഇച്ചിരി ഒരു അയവ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 2 ഇഞ്ച് ഈസും കൂടി എടുക്കുന്നുണ്ട്. സോ അങ്ങനെ ടോട്ടൽ 4 ഇഞ്ചാണ് 69 ഇഞ്ചിനോടൊപ്പം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 73 ഇഞ്ചാണ് നമുക്ക് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത്. ഇനി സ്കേർട്ടിൻ്റെ ഹൈറ്റ് ആണ് ടോട്ടൽ ഹൈറ്റ്, അതായത് നമ്മുടെ വേസ്റ്റ് ബാൻഡ് ഉൾപ്പെടെ സ്കേർട്ടിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്. അപ്പോൾ ബാൻഡിന് ഞാനൊരു 1.5 ഇഞ്ച് വിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1.5 ഇഞ്ച് മാറ്റിക്കഴിയുകയാണെങ്കിൽ നമുക്ക് 17.5 ഇഞ്ച് ആയിരിക്കും. അതിനോടൊപ്പം ഒരു 1/2 ഇഞ്ച് നമ്മൾ വേസ്റ്റ് പോർഷനിൽ ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. സോ 18 ഇഞ്ചായി. ഈ 18ൻ്റെ ഒപ്പം നമ്മൾ ഹെം പാർട്ടിൽ ഒരു 2 ഇഞ്ച് മടക്കിയടിക്കാനും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ബാൻഡ് ഇല്ലാണ്ട് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് 20 ഇഞ്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ നൈഫ് പ്ലേറ്റ്സിൻ്റെ കാൽക്കുലേഷൻ. ഇനി ഇതിൻ്റെ പ്ലേറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്ലേറ്റ്സ് അറേഞ്ചിങ്ങിനായിട്ട് നമ്മൾ വിഡ്ത്ത് കട്ട് ചെയ്തിരിക്കുന്നത് 73 ഇഞ്ചാണ്. സോ ആ ഭാഗത്ത് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഫാബ്രിക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും നമ്മൾ 2 ഇഞ്ച് വെച്ച് വിടുക. ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു 4 ഇഞ്ച് സീം അലവൻസിനും ഈസിനും വേണ്ടി എടുത്തിരുന്നു. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലുമായിട്ട് 2 ഇഞ്ച് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ പ്ലേറ്റ്സിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ പ്ലേറ്റ്സിൻ്റെ വിഡ്ത്തും 2 ഇഞ്ചാണ് കൊടുക്കുന്നത്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻഡിങ് ഭാഗത്ത് വീണ്ടും 2 ഇഞ്ച് തന്നെ വരും കേട്ടോ. ഇനി അതെല്ലാം എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചൊക്കെ വന്നാൽ തന്നെ എക്സ്ട്രാ ആയിട്ട് വന്നാൽ നമുക്കത് പ്ലേറ്റ് ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇനി എന്താ ചെയ്യുക? ആദ്യത്തെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത് വിടുക. സെക്കൻഡ് പോയിന്റ് എടുക്കുക. തേർഡ് പോയിന്റിലോട്ട് വന്ന് 4th പോയിന്റിൽ കൊണ്ട് പിൻ ചെയ്യുക. സോ ആദ്യത്തെ പ്ലേറ്റ് നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് മനസ്സിലായോ 3 ഇരട്ടി എടുക്കുന്നതിന്റെ കാര്യം? ആദ്യത്തെ ഒരു പോയിന്റ് എടുത്തു, അത് ഒരു പോയിന്റ്, ദെൻ സെക്കൻഡ് പോയിന്റിൽ വെച്ചു, തേർഡ് പോയിന്റിൽ കൊണ്ട് ഫിക്സ് ചെയ്തു. സോ അങ്ങനെ 3 ലെയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി എടുക്കാൻ കാരണം. സോ ഇങ്ങനെ നമ്മൾ പ്ലേറ്റ് ചെയ്യുക. പ്ലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഫൈനൽ പ്ലേറ്റ്സും നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും 2 ഇഞ്ച് വെച്ച് വന്നിട്ടുണ്ട്. ആ 2 ഇഞ്ച് എന്ന് പറയുന്നതിൽ 1 ഇഞ്ച് ഈസും 1 ഇഞ്ച് സീം അലവൻസുമാണ്. ഇനി നമ്മൾ ഈ പിൻ ചെയ്ത പ്ലേറ്റ്സ് എല്ലാം ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനോടൊപ്പം ലൈനിങ്ങും ഇതേപോലെ തന്നെ ചെയ്യുക. ലൈനിങ്ങിൻ്റെ കാൽക്കുലേഷനും സെയിം തന്നെയാണ് കേട്ടോ. പക്ഷേ ലൈനിങ്ങിന് ലെങ്ത് എടുക്കുന്നത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ് ഞാൻ ലൈനിങ് പീസിന് ലെങ്ത് എടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം സെയിം ആണ് കേട്ടോ. ഇനി ഞാൻ മെയിൻ ഫാബ്രിക്കിൽ ഹെം പാർട്ട് ഇതേപോലെ 1 ഇഞ്ച് വെച്ച് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചും കൂടി എക്സ്ട്രാ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് ആ ഫോൾഡ് ചെയ്തതിൻ്റെ എഡ്ജിൽ കൂടി ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മുടെ ഹെം പോർഷനിൽ കുറച്ച് കട്ടിയുള്ളതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ പ്ലേറ്റ്സ് വന്ന് കിടക്കുമ്പോൾ
കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി എന്താ ചെയ്യുക, നമ്മൾ സ്കേർട്ടിൻ്റെ 2 എൻഡും കൂടി ചേർത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് പീസും അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ലൈനിങ് പീസും നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെയും വേസ്റ്റ് ഭാഗം ചേർത്ത് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇനി സ്കേർട്ടിന് വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കണം. സോ അതിൻ്റെ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് എത്രയാണ് എന്നറിയാനായിട്ട് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത സ്കേർട്ടിൻ്റെ ടോട്ടൽ റൗണ്ട് മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 24 ഇഞ്ചാണ്. ടോട്ടൽ 2 to 3 ഇയർ ഓൾഡ് കിഡിൻ്റെ ഹിപ്പ് റൗണ്ട് വന്നിട്ട് 23 ആണ്. സോ നമ്മൾ എക്സ്ട്രാ ഈസ് കൊടുത്തിരുന്നല്ലോ, അതും കൂടി ചേർത്താണ് 24 വരുന്നത് കേട്ടോ. സോ 24 വരുമ്പം ഞാനിവിടെ 25 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. കാരണം നമുക്ക് സീം അലവൻസ് മടക്കിയടിക്കാനായിട്ട് നമ്മളൊരു സീം അലവൻസിനാണ് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത്. ദെൻ വിഡ്ത്ത് വന്നിട്ട് ഞാൻ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ മടക്കിയടിക്കുക. ഇനി എന്താ ചെയ്യുക, നമ്മുടെ സ്കേർട്ട് പാർട്ടും വേസ്റ്റ് ബാൻഡുമായിട്ട് നമ്മൾ ചേർത്ത് അറ്റാച്ച് ചെയ്യുക. നമ്മളിവിടെ ഇലാസ്റ്റിക് ബാൻഡ് ആണ് ഞാനിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സ്കേർട്ടിന് കെട്ട് കൊടുക്കുന്നതിലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒന്നും കൂടി കംഫർട്ട് ഇലാസ്റ്റിക് ബാൻഡ് കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾക്ക് കെട്ടിട്ട് കൊടുക്കണം, പിന്നെ അത് ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രശ്നം. സോ ഇതാകുമ്പോൾ അങ്ങനൊരു കാര്യം ഉണ്ടാവുന്നില്ല. ഇലാസ്റ്റിക് ആകുമ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ ഫിക്സ് ആയി ഇരുന്നോളും. നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി, പിന്നീട് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ഞാനിവിടെ ഇലാസ്റ്റിക് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ലെങ്ത് വരുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് കുറച്ചെടുക്കുക. അതാണ് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.